ഇത് 2011 മോഡലാണ്. നിലവിൽ ടെസ്റ്റ് ആയിരിക്കുകയാണ്. നിലവിൽ നമുക്ക് പേപ്പർ 5 വർഷത്തെ പേപ്പർ എടുത്ത് ചെയ്ത് കൊടുക്കാം. ഇത് 2010 മോഡൽ വണ്ടിയാണ്. ഡീസൽ, ഫുൾ ഓപ്ഷൻ, i20 ആസ്തയാണ് കേട്ടോ. ആസ്ത ഓപ്ഷനിലാണ്. ABS എയർ ബാഗ് വരുന്ന മോഡലാണ്. അലോയ്സ്. ഇത് 2022 മോഡൽ B6 ആണ്. ബൊലേറോ. നിലവിൽ ഓണർഷിപ്പ് സിംഗിളാണ്. ടാക്സി പെർമിറ്റിലാണ് കിടക്കുന്നത്. ഇത് 2018 i20 ആസ്ത ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം കൊട്ടിയം എന്ന് പറയുന്ന ഭാഗത്തുള്ള കൊട്ടിയത്ത് നിന്ന് നമ്മൾ തഴുത്തല പോകുന്ന റൂട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. വഞ്ചിമുക്ക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ തഴുത്തല എന്ന് പറയുമ്പോൾ ഞാൻ കൊട്ടിയത്ത് നിന്ന് കുണ്ടറയിൽ പോകുന്ന റൂട്ടാണ് കേട്ടോ. ആ റൂട്ടിലാണ് വഞ്ചിമുക്ക് എന്ന് പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. car.in എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഞാനിത് ഇവിടെ ഇതിന് മുന്നേ 2 വട്ടം വന്നിട്ടുണ്ട്. എപ്പോഴെപ്പോഴും വീഡിയോ ചെയ്യുന്നവരല്ല, വളരെ കുറച്ച് മാത്രം വീഡിയോസ് ചെയ്യുകയും നല്ല വണ്ടികളും സാമാന്യ ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന തുകയ്ക്കുള്ള വണ്ടികളും വരിക എന്ന് കണ്ടാൽ മാത്രം നമ്മളെ വിളിച്ച് വീഡിയോ ചെയ്യിപ്പിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാന്യമായ വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കിട്ടും. അതേപോലെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഈ ചില ഷോപ്പുകളിൽ ഭയങ്കര വിലയായിരിക്കും. പക്ഷേ സാധനം എന്തിന് വീണ്ടും അവിടെ പോകുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ കാണാതെ, അതായത് ഇനി തൊട്ട് കാണൂല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്. സ്നേഹം കൊണ്ടാണ് വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ ഈ പോയ ഷോപ്പുകളിൽ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വിലയിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്കൂടി ബോധിക്കുന്നൊരു വിലയാകുമ്പോഴാണ് നമ്മൾ കച്ചവടം ആക്കുന്നത്. അങ്ങനെയാണല്ലോ കച്ചവടം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിലെ വില കണ്ടിട്ട് നിങ്ങൾ വരാതിരിക്കേണ്ട. നിങ്ങൾ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ പോയി കാണുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ വരും. അപ്പോൾ നമ്മൾ വിലയുള്ള ഷോപ്പുകളിൽ പോകുന്നതുകൊണ്ട് ഇപ്പം ഞാൻ ഇന്നലെ ഈഞ്ചോളയുടെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ സനുവിന് ചീത്തവിളി കേൾക്കാത്ത ഒരേ ഒരു ഷോപ്പെന്ന് ഏതോ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ വില ആ പുള്ളി കൊടുക്കുന്ന വില തന്നെ പറയുന്നുണ്ട്. മറ്റുള്ളവർ അങ്ങനെ പറയുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഉള്ളവർക്കും പ്രയോജനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അവർ വിളിക്കുമ്പോൾ പോയി വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അത് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇപ്പം സ്റ്റോക്കിൽ ഒരുപാട് i20 ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് 5 എണ്ണം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ രീതിയിൽ അത്യാവശ്യം നോക്കുന്ന നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. ഷെബിൻ ബ്രോയും സജി ബ്രോയും അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ സ്ഥിരം വീഡിയോ ചെയ്യുന്നവരല്ലെന്ന് ഞാൻ തുടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പം മാന്യമായ വിലയിൽ വണ്ടികൾ കയ്യിൽ സ്റ്റോക്ക് ഉള്ളപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വിശ്വാസം കാത്തുകൊണ്ടായിരിക്കണം ഇത്തവണത്തെ വണ്ടികളുടെ വിലയും പറയാൻ. തീർച്ചയായും ഇപ്പോഴത്തെ വിലകൾ പല ഷോപ്പുകളിലും വില കൂടുതലാണെന്നുള്ളതുകൊണ്ട് വീഡിയോസ് എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളിത് നല്ല വില കുറഞ്ഞിട്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയും കൂടിയാണ് വന്നേക്കുന്നത്. അത് ഇയാളെ വിളിക്കുന്നത് അറിയാലോ നമ്മൾ എന്തിനാണ്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ആദ്യം മാത്രമേ വിളിക്കത്തുള്ളൂ. വണ്ടി ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസമൊക്കെ എല്ലാത്തിനും നല്ല വിലയായിരുന്നു. ഇപ്പം നമുക്ക് ചെറിയ സമയത്ത് ചെയ്ത് വില കുറച്ച് വണ്ടി കിട്ടിയപ്പോൾ ഇയാളെ വിളിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ ഈ ഷോപ്പ് കറക്റ്റ് എവിടെയാണെന്നൊന്ന് പറഞ്ഞേ. ഇത് നമ്മളെ കൊട്ടിയം ജംഗ്ഷനില്ലേ? കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് കണ്ണനല്ലൂർ റോഡുണ്ട്. അവിടുന്ന് വഞ്ചിമുക്ക് എന്ന് പറയും. ഏകദേശം കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് 800 മീറ്റർ ഓടി വരുമ്പോൾ ഇടത് സൈഡിലാണ് നമ്മുടെ ഷോപ്പ്. ഓക്കെ. നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നല്ലേ എത്ര ഓട്ടമുള്ള വണ്ടികളുണ്ട്? നമുക്ക് ഏകദേശം 1.25 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 10 ലക്ഷം വരെയുള്ള സ്റ്റോക്ക് ഉണ്ട്. 10 ലക്ഷം വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറുതീന്ന് മേളിലോട്ട് പോവാം. കാരണം സാധാരണക്കാരായിരിക്കും തോന്നി ഈ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ വരുന്നത്. ചെറിയ വണ്ടികൾ കിടപ്പുണ്ട്, ഒരുപാട് കിടപ്പുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടിയുള്ള വിശേഷങ്ങൾ. ഓക്കെ. ഇപ്പോൾ ഇത് 2010 മോഡൽ വണ്ടി. ഇപ്പോൾ പുതിയ പേപ്പർ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇത് നിലവിൽ ഓണർഷിപ്പ് വരുമ്പം 3rd ഓണറിലാണ് നിൽക്കുന്നത്. i10 സ്പോർട്സ് ആണേ. സ്പോർട്സ്. ആ, 3rd ഓണർ. ഇപ്പോൾ 3rd ഓണർ ആയതേ ഉള്ളൂ. അതായത് നിങ്ങളുടെ കയ്യിൽ ടെസ്റ്റ് ചെയ്തു ഇപ്പോൾ. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല. വണ്ടി എല്ലാം കമ്പനി വരുന്ന. വേറെ അപാകതകൾ പറയത്തൊക്കെ ഒന്നുമില്ലേ? അപാകതകളും കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വേണം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. 2010 മോഡൽ സ്പോർട്സ് ടയറാണ് ഇട്ടേക്കുന്നത്. ടയർസ് എല്ലാം പുതിയ ടയറാണ് കിടക്കുന്നത്. ഓക്കെ. എത്ര ചോദ്യം? നമുക്കിത് ഞാനിപ്പോൾ ഈ വീഡിയോക്കകത്ത് പറയുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള വില, അതിൽ കൂടാനും കുറയാനൊന്നുമില്ല. നമുക്ക് ഈ വണ്ടി 1.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 1.25. പിന്നെ വന്ന് ബാർഗെയിൻ ചെയ്യരുത്. അതുകൊണ്ട് മാക്സിമം പ്രൈസ് കുറച്ചാണ് പറയുന്നത്. 1.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. സ്പോർട്സ് 2010 5 വർഷത്തെ പേപ്പർ ഉൾപ്പെടെ ഉണ്ട്. ഇത് 2014 വണ്ടിയാണ്. 14 BDA ആണ്.
ഇതിൻ്റെ ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ ഏകദേശം 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ഇതുവരെയും ഷോറൂം സർവീസാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ തന്നെയല്ലേ? കിലോമീറ്റർ എല്ലാം ജെന്യൂൻ ആണ്. വേണം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ എടുത്തു കൊടുക്കാം കസ്റ്റമർക്ക്. കമ്പനി സർവീസ് കമ്പനി സർവീസ് A to Z കമ്പനി സർവീസാണ്. ഓ, ചെറിയ ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 3,65,000 കൊടുക്കാം. ഡീസൽ വണ്ടി. ലാസ്റ്റ് പ്രൈസ് ആണോ അതോ ഇത് ലാസ്റ്റ് പ്രൈസ് ആണ്. 3,65,000 സെക്കൻഡ് ഓണർ വണ്ടി, കമ്പനി സർവീസ്, ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം. ഓക്കെ. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് ആണല്ലേ? ഫ്രണ്ട് ടയേഴ്സ് കിടക്കുന്നത് നല്ല ടയർ, എന്നാലും കുഴപ്പമില്ല. ഇത് 2009 VDI ആണ്. VDI സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് കിലോമീറ്റർ ഏകദേശം 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ടാക്സ്, ഇൻഷുറൻസ്, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണേ. അപ്പോൾ ഇതിൻ്റെ ഈ 1 ലക്ഷം കഴിയുമ്പോഴേ മേജർ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ടൈം ബെൽറ്റ്, ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫോർഡ് പവർ വിൻഡോസ് ആണ്. എത്ര ചോദ്യം? നമുക്ക് ഈ വണ്ടി 1,90,000 രൂപയ്ക്ക് കൊടുക്കാം. 1,90,000. ഇപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, ഈ ഡീസൽ വീഡിയോ വേണ്ടിയാണ്. ലാസ്റ്റ് വിലയാണോ? ലാസ്റ്റ് വിലയാണ്. ഈ പറഞ്ഞേക്കുന്ന എല്ലാം ലാസ്റ്റ് വിലയാണ്. ഇത് വേണമെങ്കിൽ ലാസ്റ്റ് 1,5 രൂപ 1,85 കൊടുത്തേക്കാം. 1,85. അതിൽ താഴൂല? 5 വർഷത്തെ പേപ്പറുള്ള വണ്ടിയാണ്. ഡീസൽ VDI ആണ്. ഇത് 2018 i20 ആസ്ത ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിലെല്ലാം കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ സർവീസ് വേറെ ഒന്നും പെൻഡിങ് ഇല്ല. എല്ലാം പ്രോപ്പർ സർവീസാണ് ഷോറൂം. ആസ്ത ഓപ്ഷനിൽ ന്യൂ ഷേപ്പാണ്. ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? അത് നാവിഗേഷനും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, നാവിഗേഷൻ വരുന്നുണ്ട്, ഫ്ലവർ വീൽ വരുന്നുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് 4,85,000 കൊടുക്കാം. 4,85. ആസ്ത ഓപ്ഷനിലാണേ. ഒരു 50 രൂപ കണ്ടേ ഇറക്കാൻ പറ്റത്തില്ലേ? ഏകദേശം ഒരു 4-4.25 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. പെട്രോൾ വണ്ടി, പെട്രോൾ ആസ്ത. ഒരു 15 മൈലേജ്. 15 നിലവിലെ ക്ലസ്റ്ററിനകത്ത് 10-15-16 മൈലേജാണ് കിടക്കുന്നത്. ഇത് 2017 മോഡലാണ്. 17 XL ആണ്. ഇത് നിലവിൽ ഓണർഷിപ്പ് വരുമ്പോൾ 3ാമത്തെ ഓണറാണ്. ഇത് നിസാൻ്റെ സണ്ണിയാണ് കേട്ടോ. ഇത് ന്യൂ ഷേപ്പാണ് വരുന്നത്. ഇതിൻ്റെ കിലോമീറ്റർ 80,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. 4 ടയർ പുതിയതും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ വേറെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ സ്റ്റേറ്റ് വണ്ടിയായിരുന്നു. ഇവിടെ KLലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടേ. ഓ, അങ്ങനത്തെ. രജിസ്റ്റർ ചെയ്തിട്ട് ഏകദേശം 2-3 വർഷത്തിൽ കൂടുതലായി. ഓക്കെ. KL 02 BR ആണ് വന്നിരിക്കുന്നത്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും? ആക്സിഡൻറ്റ് കാര്യങ്ങൾ റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. KLലോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാകുമ്പം ഈ വണ്ടി ആക്സിഡൻ്റ് ആണോ അല്ലേന്നുള്ളതിന് വല്ല ഉറപ്പ്? അതെല്ലാം ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ കൊടുക്കാം. എത്ര ചോദ്യം? ഇത് നമുക്ക് ഫൈനൽ 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. നിലവിൽ 17 വണ്ടിക്ക് ഇത് 3-3.5 ലക്ഷം രൂപ പുറത്ത് ലോൺ തന്നെ കിട്ടും. ഇത് KL വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല എമൗണ്ട് വരും. അതർ സ്റ്റേറ്റ് ആയതുകൊണ്ടല്ലേ? അതർ സ്റ്റേറ്റ് ആണ് 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇത് 2014 മോഡലാണ്. ഹൈലൈൻ പ്ലസ് ആണ്. ഇത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് മറ്റേ ക്രോസ് എന്ന് പറയുന്ന എഡിഷനാണ്. ഇടയ്ക്ക് വെച്ച് കുറച്ച് ലിമിറ്റഡ് വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിളാണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം സർവീസാണ്. ഇതിനകത്ത് തന്നെ AC പവർ സ്റ്റിയറിങ്, പിന്നെ ഓട്ടോ AC, അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഡീസലാണേ. ഡീസൽ. എത്ര ഓടിയെന്നാ പറഞ്ഞത്? ഇത് നിലവിൽ 96,883 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഒന്നാകുമ്പോഴല്ലേ മാറുന്നത്? ഒന്നിന് മേജർ സർവീസാണ്. അതിന് മുമ്പേ ചെയ്തിട്ടുണ്ട് സർവീസ്. കസ്റ്റമർ തന്നെ ഷോറൂമിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല, ചില ആൾക്കാർ ചില വണ്ടികൾ ഒന്നിന് പുറത്ത് പറയാം. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇല്ല, റീപ്ലേസ് നിലവിലെല്ലാം കമ്പനി സർവീസാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നിലവിലൊരു ക്രാക്ക് ഈ ഗ്ലാസ്സിനകത്തുണ്ട്. നമ്മൾ മാറിയിട്ടില്ല. ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ശ്രദ്ധിക്കത്തില്ല, നോക്കിയാലേ അറിയത്തുള്ളൂ. അത് കമ്പനി ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ. എത്ര ചോദ്യം? നമുക്കിത് 3,60,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2010 മോഡൽ വണ്ടിയാണ്. ഡീസൽ, ഫുൾ ഓപ്ഷൻ, i20 ആസ്തയാണ് കേട്ടോ. ആസ്ത ഓപ്ഷനിലാണ്. ABS, എയർ ബാഗ് വരുന്ന മോഡലാണ്. അലോയ്സ്. ഇത് നിലവിൽ പുതിയ പേപ്പറാണ്. 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് മാത്രം ഇതിൽ കൂടുതലാണ്. 5ാമത്തെ ഓണറാണ്. നമുക്ക് ആ വിലയ്ക്ക് വണ്ടിയും കൊടുക്കാം. ഓക്കെ. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല.
നിലവിൽ ബാക്കിയെല്ലാം മെക്കാനിക്ക് ബാക്കിയെല്ലാം പക്ക കണ്ടീഷനാണ്. എത്ര ചോദ്യം? നമുക്കിത് ചോദ്യമല്ല, 1.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുത്തേക്കാം. 1.25 ലക്ഷം. ഡീസൽ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. അതാ ലാസ്റ്റ് പ്രൈസ്. 1.25 രൂപയ്ക്ക് കൊടുത്തേക്കാം. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചേക്കുക? അത് ഡ്യുവൽ സ്റ്റിക്കർ അടിച്ചേക്കുക. സ്റ്റിക്കർ അടിച്ചേക്കുക. വേണ്ട നമുക്ക് കളയാം. ഇതിൽ ഒരു മിറർ കംപ്ലൈന്റ് ആണല്ലോ, അത് നമുക്ക് മാറി കൊടുക്കാം. ഗ്ലാസ് ഇല്ലെന്നേ ഉള്ളൂ. ഗ്ലാസ് ഇല്ല. പിന്നെ ടയേഴ്സും കാര്യങ്ങളെല്ലാം പുതിയ ടയേഴ്സാണ് കിടക്കുന്നത്. ഇത് 2011 മോഡൽ വണ്ടിയാണ്. 11 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നിലവിൽ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് സ്പോർട്സ് ആണ് കേട്ടോ വേരിയൻറ്റ്. അതിനകത്ത് തന്നെ ഈ അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സാധനം പോലും റീപ്ലേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഗിയർ നോബ് കംപ്ലൈൻ്റ് ആണല്ലോ. ഗിയർ നോബ് നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം. അതാണ് ഇതിൻ്റെ റീപ്ലേസ് വരാൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ റീപ്ലേസ് വരാൻ പോകുന്നല്ലേ? അതാണ് റീപ്ലേസ് വരാൻ പോകുന്നത്. വേറെ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ കിടക്കുന്ന എല്ലാ വണ്ടിയുടെ ഹിസ്റ്ററിയും നമുക്ക് കൊടുക്കാവേ. ഇത് എത്ര ചോദ്യം? ഇത് നമുക്ക് 1,60,000 രൂപയ്ക്ക് കൊടുക്കാം. 1,60,000 കൊടുക്കാം. ഇത് ഡീസലാണ്, ലോൺ കിട്ടൂല. ഏത് വർഷമാണ്? 2011 വണ്ടി. 11 ലോണില്ല. ഇത് 2012 മോഡൽ ഓൾട്ടോ ആണ്. ഓൾട്ടോ LXi ആണ്. നിലവിൽ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. 2012 മോഡൽ സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ. LXi ആണ്. ബമ്പർ ബോണറ്റ് അങ്ങനെ ഇല്ല, ഒന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? നമുക്ക് ഈ വണ്ടി 1,35,000 രൂപ കൊടുത്തേക്കാം. 1,35,000. 2012 വണ്ടിയാണ്. ടയറാണ്. വേറെ അപാകതകളൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. വേറെ നോക്കിയിട്ട് വലിയ കംപ്ലൈൻസുകളൊന്നും ഞാനും കാണുന്നില്ല. ഇവിടെ ഒരു ചെറിയ ചണുക്കുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. ഒരു ചെറിയ ചണുക്കുണ്ട്. എത്ര ചോദ്യം? എത്ര? 1,35,000. 1,35,000 കൊടുത്തേക്കാം നമുക്ക്. 2012 ആണ്. 1 ലക്ഷം രൂപ ലോൺ കിട്ടും. 1.25 ലക്ഷം രൂപ ലോൺ കിട്ടും. ഇത് 2015 മോഡൽ ഓൾട്ടോ കേട്ടൺ VXi ആണ്. ഇത് നിലവിൽ ഓണർഷിപ്പ് വരുമ്പോൾ സെക്കൻഡ് ഓണർ, കിലോമീറ്റർ 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ കേട്ടൺ ആണ്, ന്യൂ ഷേപ്പ് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് 2 ഡോർ പവർ വിൻഡോസ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. VXi ആണ്. ഓക്കെ. എത്ര ചോദ്യം? നമുക്ക് ഈ വണ്ടി 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം ലാസ്റ്റ് പ്രൈസ്? 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. മൊത്തം ലാസ്റ്റ് പ്രൈസിന് 2 ലക്ഷം രൂപ, ഒരു 1.25 ലക്ഷം രൂപ ലോണും കിട്ടും. അതെ. ഇതിൽ ഒരു ചെറിയ ചണക്കുണ്ട്. ചെറിയ ചണക്കുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. ഇത് പൊട്ടിയിരിക്കുകയാണ്. ലൈറ്റ് ടൈലാമ്പ് പൊട്ടിയിരിക്കുക. നിലയിൽ വർക്കൊക്കെ ചെയ്ത് കൊടുക്കാതെ വീണ്ടും എമൗണ്ട് കൂടും. ഇപ്പം നിലയിൽ ഇപ്പോൾ സ്റ്റോക്ക് കയറിയതേ ഉള്ളൂ. ഈ കിടക്കുന്ന ഒരു രീതിയിലാണ് പറഞ്ഞത്. ഈ കിടക്കുന്ന രീതിയിൽ ഇതൊരു 10 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ എല്ലാം വൃത്തിയായി കിട്ടും. പെയിന്റിങ് കാര്യങ്ങൾ, ആ ടൈലാമ്പ് മാറ്റിയൊക്കെ എടുക്കാം. ഇത് 2020 മോഡൽ വണ്ടിയാണ്. 20 വാഗണർ VXi ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. നിലവിൽ കിലോമീറ്റർ 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. നിലവിലെല്ലാം പ്രോപ്പർ കമ്പനി സർവീസാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡൽ. എത്ര ചോദ്യം? നമുക്കിത് 4,90,000 രൂപയ്ക്ക് കൊടുക്കാം. 4,90,000. 2020 മോഡൽ സെക്കൻഡ് ഓണർ ഓട്ടോമാറ്റിക് VXi. ബാക്ക് ടയർ അത്ര എല്ലാ സർവീസും ഷോറൂമിലാണ്. ഫ്രണ്ട് ടയർ ആവറേജ്, അത്രേ ഉള്ളൂ. വേറെ വലിയ കംപ്ലൈൻസ് ഒന്നും കാണുന്നില്ല. ഇത് 2010 i20 ആണ് കേട്ടോ. ഇത് പെട്രോൾ വേരിയൻ്റ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ആസ്തയാണ്. ഇത് നമുക്ക് ഈ പറയുന്ന ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പാണ് വണ്ടി. വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങൾ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. നിലവിൽ 5 വർഷത്തെ പേപ്പറുണ്ട്. നമുക്ക് ഈ വണ്ടിയും 1.25 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 1.25 ലക്ഷം. 5 പുതിയ ടയർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പെട്രോളാണ്. പെട്രോൾ വണ്ടി. സീറ്റ് കവറായിട്ട് ചെയ്തില്ല, നോർമലായിട്ട് തന്നെ കിടക്കണേ. ആസ്തയാണ്. ABS വരുന്ന ടൈപ്പാണ്. ABS എയർ ബാഗ് വരുന്നതാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബോഡിക്ക് വലിയ കംപ്ലൈൻസ് ഒന്നും കാണുന്നില്ല. ടയർ നല്ല ടയർ, പുത്തൻ ടയറാണ് കിടക്കുന്നത്. ടയർ 4 പുതിയ ടയർ കിടക്കുന്നത്. ഇത് 2015 മോഡലാണ്. ഫോർഡിൻ്റെ എക്കോ സ്പോർട്ടാണ്. ഇത് ടൈറ്റാനിയം അല്ല വേരിയൻ്റ്, ട്രെൻഡാണ്. പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് അലോയ് വീല്, സ്കേർട്ടിങ്, ഗ്ലാഡിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡീസൽ വേരിയൻ്റ് ആണ്.
ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് ഇതിന് വരുന്ന സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ്. വണ്ടി അകമൊക്കെ കാണാൻ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ ഗിയർ നോബിന് കംപ്ലൈൻ്റ് ആണ്. അത് ഈ ഫോർഡിൻ്റെ വണ്ടിക്കെല്ലാം ഗിയർ നോബിൽ തന്നെ കംപ്ലൈൻറ്റ് വരും. ഫുഡ് സ്റ്റെപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് 4.25 ലക്ഷം രൂപ. ഡീസലാണ്. മൈലേജ് എങ്ങനെ ആയിരിക്കും? മൈലേജ് ഒരു 10, 18, 20 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. 4 അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ അത്യാവശ്യം റേറ്റുള്ള സാധനമാണ്. പുതിയ 4 ടയറും കിടക്കുന്നത്. ഇതിൻ്റെ ടെയിൽ ലാമ്പിന് ചെറിയൊരു പൊട്ടലുണ്ട്. അത് ക്രാക്കുണ്ട്, ചെറിയ ക്രാക്കുണ്ട്. അത് മാറി കൊടുക്കും. അത് വേണമെങ്കിൽ നമുക്ക് മാറി കൊടുക്കാം, കുഴപ്പമൊന്നും. ഇത് 2018 മോഡലാണ്. നെക്സോൺ ആണ്. XT എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് കേട്ടോ. ഇത് നിലവിൽ സെക്കൻഡ് ഓണറാണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ഈ ടച്ച് സ്ക്രീനൊക്കെ ഇത് വരുന്നില്ലേ? അതെല്ലാം ചെയ്തേക്കാം, എക്സ്ട്രാ ചെയ്തിരിക്കുക. എക്സ്ട്രാ ചെയ്തേക്കാം. 2018 മോഡൽ വണ്ടി. നെക്സോൺ ആണ്. XT വേരിയൻ്റ് ആണ്. പെട്രോളോ ഡീസൽ? പെട്രോൾ. മൈലേജ് എന്താണ്? മൈലേജ് 10-15 റേഞ്ച് അത്രേ ഉള്ളൂ. റേഞ്ച്. പിന്നെ ടാറ്റയുടെ വണ്ടിയല്ലേ, ബോഡിക്ക് വെയിറ്റ് ഉള്ളത്. ബോഡിക്ക് നല്ല ക്വാളിറ്റിയാണ് ബോഡി. ചോദ്യം എത്ര? നമുക്കിത് 4,60,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2021 മോഡൽ XL6 ആണ്. കിലോമീറ്റർ ഓടിയേക്കുന്നത് 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണറാണ്. വണ്ടി ഓട്ടോമാറ്റിക് ആണേ. ഓട്ടോമാറ്റിക്? അതെ. 2021 വണ്ടി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സീറ്റ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഓക്കെ. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ട്. നല്ല ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? നമുക്കിത് 9.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഇറങ്ങിയ സമയത്ത് എന്താണ് വില? ഇത് 15 ആ റേഞ്ചൊക്കെ വിലയുണ്ട്. 9.25 ചോദ്യം. 9.25 കൊടുക്കാം. ഇത് 2017 മോഡലാണ്. 17 SX ഓപ്ഷണൽ വണ്ടിയാണ്. ഡീസൽ വേരിയൻ്റ് ആണ്. ക്രെട്ട അല്ലേ? ക്രെട്ട. നിലവിൽ ഫുഡ് സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ A to Z കമ്പനി സർവീസാണ്. കിലോമീറ്ററൊക്കെ ജെന്യുവനാണ്. കിലോമീറ്റർ എല്ലാം കമ്പനി സർവീസാണ്. 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.15 വരെയും കമ്പനി സർവീസാണ്. ഡീസൽ വേരിയൻ്റാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡാണ്. എന്താ കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞത്? 1.15. 1.15 വരെ കമ്പനി സർവീസാണ്. ടൈമിംഗ് ചെയിനൊക്കെ എല്ലാം പ്രോപ്പർ സർവീസ് എല്ലാം ഷോറൂമിലാണ്. മേജർ സർവീസ് എല്ലാം ഷോറൂമിൽ ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? നമുക്ക് ഇത് വരുമ്പോഴത്തേക്ക് 8 ലക്ഷം രൂപ. 8 ലക്ഷം. അതിലെന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇത് 2015 മോഡൽ വണ്ടിയാണ്. ഫോർഡ് ഫിഗോയാണ്. നിലവിൽ ഓണർഷിപ്പ് വരുമ്പോൾ സിംഗിൾ ഓണർഷിപ്പാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ റീപ്ലേസ് എന്ന് പറയാൻ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ വേരിയൻ്റ് ആണ്. ബോണറ്റും ബമ്പറൊന്നും കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. അതും ഷോറൂമിലാണ്. കാര്യമായ ഇടിവല്ല ഒന്നുമില്ല. ആക്സിഡൻറ്റ് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. ചെക്ക് ചെയ്ത് നോക്കാം. ഹിസ്റ്ററി വേണ്ടുള്ളവർക്ക് നമുക്ക് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം. 4 ബ്രാൻഡ് ന്യൂ ടയർ ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? എത്ര? നമുക്ക് 1,55,000 കൊടുക്കാം. 1.55. 2015 ഡീസലാണ്. 15 ആകുമ്പോൾ ലോൺ കാണാമല്ലോ. 2 ലക്ഷം രൂപ ലോൺ കിട്ടും. നിങ്ങൾ പക്ഷേ 1 ലക്ഷത്തി സംതിങ് ചോദിക്കുന്നത്. 1.55 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. റേറ്റ് മാറിപ്പോയൊന്നുമില്ല. 1.55 കൊടുക്കാം. 2015 വണ്ടി. ഇത് 2022 മോഡൽ B6 ആണ്. ബൊലേറോ. നിലവിൽ ഓണർഷിപ്പ് സിംഗിളാണ്. ടാക്സി പെർമിറ്റിലാണ് കിടക്കുന്നത്. വണ്ടി ലൈഫ് ടാക്സി വണ്ടിയാണ്. നിലവിൽ ടാക്സി പെർമിറ്റ് നിർത്തി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അതല്ല മാറ്റി കൊടുക്കണം, അങ്ങനെയും കൊടുക്കാം. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ജെന്യുവനാണ്. കിലോമീറ്ററൊക്കെ പക്ക. എല്ലാം ഷോറൂം സർവീസാണ്. 2022 വണ്ടി. വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാം. സ്റ്റെപ്പിനിയൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന ടയർ തന്നെയാണ്. തേഞ്ഞു മാഞ്ഞോ ടയറൊന്നുമല്ല. എത്ര ചോദ്യം? ചോദ്യമല്ല. 6,90,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 6.90 വേറെ എവിടെയും കിട്ടത്തില്ല. 6,90,000 രൂപയ്ക്ക് കൊടുക്കാം. 2022 ബൊലേറോ. ഇത് 2011 മോഡലാണ്. നിലവിൽ
ടെസ്റ്റ് ആയിരിക്കുകയാണ്. നിലവിൽ നമുക്ക് പേപ്പർ 5 വർഷത്തെ പേപ്പർ എടുത്ത് ചെയ്ത് കൊടുക്കാം. ടെസ്റ്റിൻ്റെ സമയമായി. ഇനി ഒരു 2 മാസം കൂടെ ടെസ്റ്റിനുണ്ട്. നിലവിൽ 5 വർഷത്തെ പേപ്പർ നമുക്ക് റിന്യൂവൽ ചെയ്ത് അവരെ പേരിലോട്ട് ആക്കി കൊടുക്കാം. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് നിലവിൽ 3rd ഓണറാണ്. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗ്ലാസ് പോലും മാറിയിട്ടില്ല. ഇത് 4 ഡോർ പവർ വിൻഡോ ആക്കിയതാണോ? 4 ഡോർ പവർ വിൻഡോ ചെയ്തത്. 2 ഡോർ പവർ വിൻഡോ ആയിരുന്നു ബാക്കിൽ ചെയ്തിട്ടുണ്ട്. LXI ആണ് വേരിയൻ്റ്. VXI അല്ല, LXI ആണ്. ഓക്കെ. എത്ര ചോദ്യം? നമുക്കിത് പേപ്പറാക്കി 2,15,000 രൂപയ്ക്ക് കൊടുക്കാം. ഏത് വർഷമായിരുന്നു? 2011. 5 വർഷത്തെ പേപ്പർ എടുത്താണ് കൊടുക്കുന്നത്. ഇൻഷുറൻസ്, ടാക്സ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. എന്നാലും വില ഇത്തിരി കൂടുതലല്ലേ? കേട്ടില്ല. വില ഇച്ചിരി കൂടുതലല്ലേ? 5 വർഷത്തെ പേപ്പർ എടുത്ത് ഹൈ ക്വാളിറ്റിയാണ് വണ്ടി. പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. വില മാറ്റം വരും. വിലയിൽ എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്ത് നമുക്ക് കൊടുക്കാം. എന്തായാലും വരുമ്പോൾ ബാർഗെയിൻ ചെയ്യാൻ എന്തായാലും നിൽക്കും. നീ എത്ര കൺഫേം എന്ന് പറഞ്ഞാലും എന്തായാലും മാറ്റം ചെയ്യാൻ നിൽക്കും. വണ്ടി കൊള്ളാം, ക്വാളിറ്റി വണ്ടിയാണ്. ഈ പറഞ്ഞ വിലകളിലെല്ലാം അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരും. മാക്സിമം വരത്തില്ല, എന്നാലും അത്രയും കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പം വരുന്നവർ കടുംപിടുത്തം പിടിച്ചാൽ മതി. അതാണ്. ഇത് 2011 മോഡലാണ്. VDI ആണ്. ഇത് നിലവിൽ ഓണർഷിപ്പ് സെക്കൻഡാണ് വന്നേക്കുന്നത്. കിലോമീറ്റർ ഓടിയേക്കുന്നത് അറിയത്തില്ല. കിലോമീറ്റർ ഇപ്പം വണ്ടി എടുത്തതേ ഉള്ളൂ. 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടൈമിംഗ് ചെയിനും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്തതാണ്. VDI ഓപ്ഷനാണ്. എക്സ്ട്രാ അലോയ് വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡൻ്റ് ഒന്നുമില്ല. വേറെ ഗ്ലാസോ ഡിക്കിയോ ബോണറ്റോ ഒന്നും മാറിയിട്ടില്ല. ഇനി ചോദ്യം, നമുക്കിത് 1,90,000 രൂപയ്ക്ക് കൊടുക്കാം. നിർബന്ധിച്ച പിന്നും എന്തെങ്കിലുമൊക്കെ കൂടി കുറയും. ചെറിയ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം. വലിയ മാറ്റമില്ല, ചെറിയ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രേക്ഷകർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. തീർച്ചയായും. ഇത് 2015 മോഡൽ ഓട്ടോമാറ്റിക് VXI വാഗണറാണ്. നിലവിൽ ഓണർഷിപ്പ് സെക്കൻഡാണ് വരുന്നത്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കിലോമീറ്റർ ജെന്യൂൻ അല്ലേ? കിലോമീറ്റർ പക്കാ ജെന്യൂൻ. ഇപ്പോൾ സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഷോറൂം സർവീസ് എന്ന് പറയുന്നതിനകത്ത് ഉള്ള തന്നെയാണ്. കറക്റ്റ് ജെന്യൂൻ സർവീസ് ആണ്. വണ്ടികളും ഷോറൂം സർവീസാണ് പറഞ്ഞത്. ഇല്ല, ഇവിടുത്തെ സർവീസ് എല്ലാം പക്കായിരിക്കും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിലവിലിപ്പോൾ സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. 4 ബ്രാൻഡ് ന്യൂ ടയർ കിടപ്പുണ്ട്. ഓട്ടോമാറ്റിക്കാണേ. ഓക്കെ. എത്ര ചോദ്യം? 3,45,000 രൂപ. ആൻഡ്രോയിഡ് സീരിയങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്യാമറ ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുഴപ്പമില്ല. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ. എൻജിൻ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാതെ ഇവിടെയുള്ള എല്ലാ വണ്ടിക്കും കൊടുക്കാം. ഇത് 2012 ലാസ്റ്റ് ഡസ്റ്ററാണ്. 85 ആണ്. കിലോമീറ്റർ 1,00,000 മേളിൽ ഓടിയിട്ടുണ്ട്. നിലവിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. കമ്പനി പ്രോപ്പർ സർവീസ് വണ്ടിയാണ്. അപാകത കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 1,00,000 മേളിൽ ഓടിയിട്ടുണ്ട്. സർവീസൊക്കെ എനിക്ക് 80,000 കിലോമീറ്റർ വരെ ഷോറൂം സർവീസാണ്. പിന്നെ 20 കൂടി ഓടി. അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 85 ആണ്. അത്യാവശ്യം മാർക്കറ്റ് ഉള്ളത് 85-നാണ്. മൈലേജ് അത്യാവശ്യം കിട്ടും 85. ഡിക്കി സൗകര്യവും അത്യാവശ്യം നല്ല ഡിക്കി സൗകര്യം ഉള്ളൊരു വണ്ടി. എത്ര ചോദ്യം? ഇത് നമുക്ക് 2,90,000 രൂപയ്ക്ക് കൊടുക്കാം. 2,90,000. 2,90,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചെറുതും വലുതുമായ വണ്ടികളായിരുന്നു എല്ലാം. 7 സീറ്റർ അടക്കം അത്യാവശ്യം എല്ലാ തരം ആൾക്കാർക്കും എടുക്കാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വണ്ടികൾ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ പോരായ്മകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാത്തതായിട്ടുള്ള പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ തന്നെയായിരുന്നു. മോശമെന്ന് പറയത്തക്ക രീതിയിലുള്ള വണ്ടികൾ അങ്ങനെ കണ്ടിട്ടില്ല. വാഗണർ വില കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും വണ്ടി നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ നല്ലപോലെ പരിപാടിയൊക്കെ അറിയാവുന്ന നല്ല ചേട്ടന്മാരെയൊക്കെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്തെടുക്കുക. ചെക്ക് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ല വണ്ടികൾ ഇവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിച്ചാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.